ഇവരൊക്കെ ഈ പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ദേവസ്വം ബോർഡ് ഇതുവരെ അവർ പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ആലോചിച്ച് നോക്കൂ. ഇവിടെ ദേവസ്വം വിജിലൻസിന്റെ പേടിച്ച് ഇറങ്ങി ഓടിയ മെമ്പർമാരുടെ ചരിത്രമുണ്ട്. ഇവിടെ ഇറങ്ങി ഓടിയ ശബരിമലയിൽ നിന്നായാലും ദേവസ്വം ബോർഡിൽ നിന്ന് ഇറങ്ങി ഓടിയ മെമ്പർമാരുടെ ചരിത്രമൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. അങ്ങനെയൊന്നും ഒരു ദുസ്ഥിതി ഞങ്ങൾക്ക് വന്നിട്ടില്ല. ദേവസ്വം വകുപ്പ് മന്ത്രിയായാലും എൻ്റെ ആയാലും കൈകൾ ശുദ്ധമാണ്. ദേവസ്വം ബോർഡിൻ്റെ ആയാലും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ ആയാലും കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് ഏതന്വേഷണത്തെയും ഹൈക്കോടതിയിൽ ഏതന്വേഷണം ആവശ്യപ്പെടുന്നതിന് ഞങ്ങൾക്കൊരു മടിയുമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം താങ്കൾ പറഞ്ഞു, ഇപ്പൊ ഈ പാളി ഉണ്ണികൃഷ്ണന് കൈമാറുന്ന സമയത്ത് മഹസ്തൻ ഏർപ്പെടുത്തിയത് ചെമ്പ് എന്നതാണ്. അതിന് ഉദ്യോഗസ്ഥ ഭാഗത്ത് വീഴ്ച ഉണ്ടായി. അതിപ്പോഴല്ലോ, അതിപ്പോഴല്ല. ഇപ്പോഴത്തെ കാര്യത്തിൽ ഒരു വീഴ്ചയും വന്നിട്ടില്ല. ഇപ്പോഴത്തെ നിങ്ങൾ കേട്ടില്ലേ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പോൾ 38 കിലോഗ്രാം സ്വർണം 397 ഗ്രാം കൊണ്ടുപോയത് 12 പീസ്. അത് 22 കിലോഗ്രാം. അതിൽ സ്വർണം 281 ഗ്രാം. ഞാൻ ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ? ഞങ്ങൾക്കിപ്പോ ഒരു ആശയക്കുഴപ്പമില്ല. സ്വർണത്തിന്റെ കാര്യത്തിലായാലും ചെമ്പിന്റെ കാര്യത്തിലായാലും എല്ലാത്തിനും കിലോഗ്രാമിന്റെ കാര്യത്തിലായാലും ഞങ്ങൾക്കിപ്പോ ഒരു സംശയമില്ല. ഉണ്ണികൃഷ്ണനെ ഇത് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ബോർഡ് ഇറക്കിയ ഉത്തരവിലും ഒപ്പം തന്നെ മാസ്റ്ററിലും ചെമ്പ് പാളികൾ ആരാണ് പറഞ്ഞത്? നിങ്ങളുടെ ആരാണ് പറഞ്ഞത്? നിങ്ങൾ അത് 2019 കാര്യമാണ്. ആവശ്യമില്ലാത്ത കാര്യം പറയില്ല. 19 ഞാനാണോ ദേവസ്വം പ്രസിഡന്റ്? അതെ, 2019 വിഷയമൊക്കെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളല്ലേ, കോടതി തീരുമാനിക്കട്ടെ. ഞാനിപ്പോ എന്റെ കാലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2019 കാര്യമൊക്കെ ഞാൻ പറയാൻ ആളല്ല. അതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിരിക്കുന്ന കാര്യങ്ങളല്ലേ. ആയിക്കോട്ടെ, അതെല്ലാം എനിക്ക് ആയിക്കോട്ടെ, അതൊക്കെ കോടതി അന്വേഷിക്കേണ്ടതേ. അതിനെന്താ നിങ്ങൾക്ക് കുഴപ്പം? കോടതി അന്വേഷിക്കട്ടെ. ആ കാര്യങ്ങളെല്ലാം തന്നെ 99 മുതൽ 2025 വരെയുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. എന്റെ കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ അങ്ങനെ ആരെങ്കിലും പറയും? എന്റെ കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കട്ടെ കോടതി, സമഗ്രമായി അന്വേഷിക്കട്ടെ. അതിലൊന്നും ഞങ്ങൾക്കൊരു മടിയുമില്ല. പിന്നെ 2019 കാര്യമൊക്കെ അന്വേഷണ വിധേയമായിരിക്കുന്ന കാര്യമാണ്. അത് കോടതി അന്വേഷിക്കുന്ന കാര്യമാണ്. വിജിലൻസിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്കതിനെ സംബന്ധിച്ച് ഉത്തരം പറയാൻ ഞാൻ ആളല്ല. അത് കോടതിയോട് ആ കാലഘട്ടത്തെക്കുറിച്ചെല്ലാം ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ വീഴ്ച അന്വേഷിക്കട്ടെ. വീഴ്ചയും 2025 കാര്യം പറയുമ്പോൾ ഈ 2019 ഇത് അവിടെ വെച്ച് പണി ചെയ്തില്ല, അത് കൊണ്ടുവിടാൻ ചെയ്തത്. 2025 സമാനമായിട്ട് എന്തുകൊണ്ട് ഈ വെറും 10 ഗ്രാം മാത്രം പൂശേണ്ട ഒരു വസ്തുവായതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇവിടെ വെച്ച് അത് പണി ചെയ്തില്ല? എന്റെ പൊന്നു സുഹൃത്തെ, അതൊക്കെ കോടതി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കോടതി അതിന് ഞങ്ങൾക്ക് പെർമിഷൻ തന്നു, തിരിച്ചു വരികയും ചെയ്തു. അതിലൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല. അതൊക്കെ നിങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതാണ്. സ്പെഷ്യൽ കമ്മീഷൻ അറിയിക്കാൻ വീഴ്ച വന്നുപോയി, അത് പറഞ്ഞല്ലോ. അത് കോടതിയെ ബോധ്യപ്പെടുത്തുകൊണ്ടാണല്ലോ കോടതി ഞങ്ങൾക്കത് തിരികെ കൊണ്ട് സ്ഥാപിക്കുവാൻ പെർമിഷൻ തന്നത്. ഞങ്ങളുടെ കാര്യങ്ങൾ സുതാര്യമാണ്, സത്യസന്ധമാണെന്ന് ബോധ്യപ്പെടുത്തുകൊണ്ടാണല്ലോ. കമ്മീഷൻ അറിയിക്കണമെന്നുള്ള വ്യവസ്ഥ കൃത്യമായിട്ട് പ്രസിഡന്റ് അറിയാവുന്നതാണ്. എന്നിട്ടും അത് ചെയ്യാതെ എന്തുകൊണ്ടാണ് ഇത് കൊണ്ടുപോയതിനു ശേഷം കോടതിയെ അറിയിച്ചത്? അതൊക്കെ നിങ്ങൾ വരുത്തുന്ന കാര്യങ്ങളല്ല. ഇനി എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് വലുതാക്കി കാണിക്കുവാനല്ലേ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ബാക്കി കാര്യങ്ങൾ, ഞാൻ എന്റെ കാര്യം സത്യസന്ധമായും സുതാര്യമായും പറഞ്ഞു. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച കോടതി ബോധ്യപ്പെടുത്തിയല്ലോ. കോടതിയെ ബോധ്യപ്പെടുത്തിയതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. പിന്നെ 2023 വിധിയാണിത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്പെഷ്യൽ ബെഞ്ചുമായി ബന്ധപ്പെട്ട് ഒരു വർഷം 40-50 ഒക്കെ ഉത്തരവ് വരും. അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കാലാവധി 1 വർഷമാണ്. ഈ ഉദ്യോഗസ്ഥർ ഇത് അറിയണമെന്നോ പറയണമെന്നോ ഞാനത് ന്യായീകരിക്കുകയില്ല. പക്ഷേ അതിനെയൊക്കെ സംബന്ധിച്ച് ചെറിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് കോടതിയിൽ ഞങ്ങൾ പറഞ്ഞല്ലോ. അതുകൊണ്ടാണല്ലോ കോടതി ഞങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പെർമിഷൻ തന്നത്. അതിപ്പോൾ കൊണ്ടുവരികയും ചെയ്തു. ഒക്ടോബർ 17 ഞങ്ങളത് തന്ത്രിയുടെ അനുമതിയോടുകൂടി പ്രസ്താവിക്കുകയും ചെയ്തു. എന്താ കുഴപ്പം? ബാക്കിയുള്ള കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. അതെല്ലാം കൃത്യമായും സത്യസന്ധമായും അന്വേഷിക്കണമെന്ന് കോടതിയോട് ഞങ്ങൾ ആവശ്യപ്പെടും. ഒരു കാര്യം ചോദിക്കാനില്ല, നിങ്ങൾ ചോദിക്കുന്ന കുഴപ്പം